വന്ദേ ഭാരത് ട്രെയിനിൽ ദേശഭക്തിഗാനം പാടിയത് വിവാദമാക്കിയതിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിൽ ആശങ്കയില്ല. കുട്ടികൾ ദേശഭക്തിഗാനം ആലപിച്ചത് ചിലർ വിവാദമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുട്ടികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രിൻസിപ്പൽ ഡിൻറ്റോ KP വ്യക്തമാക്കി. വെറുതെയല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. പുതിയ വന്ദേ ഭാരത് ട്രെയിനിൽ ദേശഭക്തി ഗാനം ആലപിച്ച കുട്ടികൾ കടുത്ത സൈബർ ആക്രമണമാണ് നേരിടുന്നത്. കുട്ടികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇത്തരക്കാർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇത് കുട്ടികൾ വീണ്ടും അവർ പാനിക്കാകുകയാണ്. ഇത് വീണ്ടും തുടരുവാണെങ്കിൽ ഞങ്ങൾക്ക് നിയമപരമായിട്ട് പോകണം എന്നുള്ളതാണ്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ട്രെയിനിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് കുട്ടികൾ ദേശഭക്തി ഗാനം ആലപിച്ചത്. റെയിൽവേ നവമാധ്യമത്തിൽ ഇത് പങ്കുവച്ചതിൽ മറ്റൊരു ഇടപെടലും നടന്നിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. സ്കൂളിന്റെ ഭാഗത്തോ വിദ്യാർത്ഥികളുടെ ഭാഗത്തോ ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇതിലേക്ക് റെയിൽവേ മനഃപൂർവ്വം ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് കാര്യങ്ങൾ. റെയിൽവേക്ക് ഇതിലൊരു റോളുമില്ല. വകുപ്പിന്റെ നീക്കം സ്കൂളിനും മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരു ആശങ്കയുമില്ല. കാരണം നമ്മൾ സത്യസന്ധമായ ഭാഗത്ത് തന്നെയാണ്. കുട്ടികൾക്കെതിരായുള്ള രൂക്ഷമായ സൈബർ ആക്രമണത്തെ നിയമപരമായി നേരിടാനാണ് സ്കൂൾ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തും ബാലാവകാശ കമ്മീഷൻ ഉണ്ടെന്ന് ഓർക്കണമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.